ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഷൂട്ടിനായിട്ട് ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ട 2-3 സ്ഥലങ്ങളാണ് യമുന ഘാട്ടും അതുപോലെ തന്നെ നമ്മുടെ റെഡ് ഫോർട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ കമ്പൽസറി നല്ല രീതിയിൽ നമ്മൾ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് താജ്മഹലിലേക്കാണ്. ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയ പത്നി മുംതാസ് മഹലിന് വേണ്ടി പണി കഴിപ്പിച്ച പ്രണയ കുടീരത്തിലേക്കാണ് നമ്മുടെ യാത്ര. അതിന് ചതിയുടെയും വഞ്ചനയുടെയും പ്രണയത്തിൻ്റെയും കഥ പറയാനാണ്. അതിനെപ്പറ്റി എന്തായാലും ഇവിടെ സംസാരിക്കുന്നില്ല. നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ കഥകളിലെ അല്ലെങ്കിൽ സിനിമകളിലെ ഒക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്രെയിമുകളെ എല്ലാം മനസ്സിൽ കണ്ട് അതുപോലെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ അതിലും ബെറ്ററായിട്ട് എടുക്കണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ താജ്മഹലിലേക്ക് ചൂടുന്നത്. പക്ഷേ ഒരുപാട് വെല്ലുവിളികളുണ്ട്. താജ്മഹൽ ഫോട്ടോഗ്രാഫി കേട്ടിടത്തോളം അലൗഡ് അല്ല. അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കണം. എന്തായാലും അതൊരു ടാസ്ക്കാണ്. അപ്പം നമ്മൾ ടീമുണ്ട്, 3 ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നമ്മുടെ കസ്റ്റമർ, അവരുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് അതൊക്കെ പോസിബിൾ ആവും. പക്ഷേ ക്രൗഡ് എപ്പോഴും ഫോട്ടോഗ്രാഫിക്ക് ഒരു ഒബ്സ്റ്റക്കിൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കണം. ക്രൗഡ് ഇല്ലാത്ത ഫോട്ടോസ് എടുത്ത് ഫലിപ്പിച്ചിട്ട് വേണം നമുക്ക് ഈ സേവ് ദ ഡേറ്റ് ക്ലിക്കാക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് താജ്മഹലിനെ അടുത്തറിഞ്ഞ് കണ്ടിട്ട് വരാം. അങ്ങനെ താജ്മഹലിലേക്കുള്ള യാത്ര ഫരീദാബാദിൽ നിന്നും ആരംഭിക്കുകയാണ്. വെളുപ്പിനെ 2:30-3 മണി ഏതൊരു ടൈമിൽ അലാം വെച്ച് എഴുന്നേറ്റ് ഞങ്ങൾ ഫരീദാബാദിൽ നിന്ന് യാത്ര ചെയ്ത് താജ്മഹലിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പോയി. സംഭവം വേറൊന്നുമല്ല, ഇവിടെ ഇത്രയും ആളുകൾ. ഇതിനിടയ്ക്ക് നമ്മൾ എങ്ങനെ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യും, ആകെ ടെൻഷനായിപ്പോയി. എന്നിരുന്നാൽ തന്നെ നമ്മൾ പ്രതിസന്ധികളെ അതിജീവിച്ച് ശീലമുള്ളവരാണല്ലോ. താജ്മഹൽ ചുറ്റും കറങ്ങി നടന്നു നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടും. കാരണം എംറ്റി ആയിട്ടുള്ള കുറച്ച് കോർണേഴ്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ആയിട്ട് ചെറിയ മൂലകളൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. എന്തായാലും തിരിച്ചു വന്നു, വീണ്ടും താജ്മഹലിൻ്റെ എൻട്രിയിലൊക്കെ ഒന്ന് കറങ്ങി നിന്നു, അന്തരീക്ഷം മനസ്സിലാക്കി. അവിടെ ഫോട്ടോഗ്രാഫി പ്രശ്നമുണ്ട്. ഈ വരുന്ന ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരുന്നുണ്ട്, ക്യാമറയൊക്കെ ഉണ്ട്. അവരൊക്കെ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഈ താജ്മഹലിൻ്റെ മനോഹരിത കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ. വീണ്ടും ഇടയ്ക്ക് പലവട്ടം ഇതിലൊക്കെ നടന്നു നോക്കി. ഒരു വെള്ള മാർബിൾ കൊട്ടാരം. ഇവിടെ മൊത്തത്തിൽ പ്രണയമാണ്. ഇതുണ്ട് 2 തത്തയിരുന്ന് പ്രണയിക്കുന്നത്. അങ്ങനെ യമുനയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രണയ സൗധത്തെ നമ്മൾ മാക്സിമം കവർ ചെയ്തു. ഇത് വെളിയിലും അകത്തും പുറത്തുമായിട്ടൊക്കെ ഷൂട്ട് ചെയ്തു. ഒരുപാട് നല്ല ഫ്രെയിമുകൾ കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് യമുനയുടെ കരയിൽ ഫോട്ടോസ് കിട്ടിയില്ല. യമുനയിൽ കൂടി ഇങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ബാക്കിൽ താജ്മഹൽ വരുന്നൊരു ഡ്രീം ഫ്രെയിം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മിസ്സായി. കാരണം അവിടെ ഒരു ആർട്ട് ഷൂട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ. എങ്കിലും താജ്മഹലിൻ്റെ പുറത്തെ ചുറ്റുമതിലാണ് കേട്ടോ ഇത് കാണുന്നത്. അത് അവിടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി താജ്മഹൽ വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഫോട്ടോസൊക്കെ കിട്ടി. പുറത്തേക്ക് ഇറങ്ങി ഒക്കെ ഷൂട്ട് ചെയ്യണം. കയറിയ പോലെ ആയിരുന്നില്ല, തിരിച്ചിറങ്ങാൻ ഞങ്ങളാകെ പെട്ടുപോയി. കാരണം വാഹനം കിടക്കുന്നത് ഒരു ഐഡിയ ഇല്ലാത്തൊരു സ്ഥലത്തായിപ്പോയി. അവസാനം ഞങ്ങൾ റിക്ഷയൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാവരും ഒരു റിക്ഷയിൽ ഇത്ര ആളുകൾ കുത്തി നിറഞ്ഞ് യാത്ര തുടങ്ങി. അവസാനം ഒരു തരത്തിൽ നമ്മൾ വാഹനം കണ്ടെത്തി യാത്ര തുടരുന്നു. നമ്മുടെ വാഹനത്തിന് സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് നമ്മൾ റിവീൽ ചെയ്യാൻ പോവുകയാണ്. ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി. രതീഷ്, രതീഷ്, ഞാൻ എന്നെ വിളിക്കുന്നത് ഇങ്ങോട്ട് തുടങ്ങാമോ? രതീഷ്, കുഞ്ഞു പാവയ്ക്കുന്നല്ലേ നല്ല നാള് പിറന്നാള്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ആക്ച്വലി ആടിപ്പാടി ഇങ്ങനെ യാത്ര ചെയ്ത് പോയി ഒരു വർക്ക് എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഇതൊരു വർക്കാണെന്ന് നമുക്ക് ഒരു കാരണവശാലും തോന്നിയിട്ടിരുന്നില്ല. കാരണം നമ്മുടെ ഈ കൂടെയുള്ള ഈ ഫാമിലി, ഇത് നമ്മുടെ ഒരു ഫാമിലി പോലെ ആയിരുന്നു. നമ്മുടെ ഫാമിലി തന്നെയാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് മാക്സിമം നല്ല രീതിയിൽ വർക്ക് എടുത്തു. നല്ല രീതിയിൽ ഒരു യാത്ര കിട്ടി. എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കണ്ടില്ലേ, ഫുൾ പവറിലാണ്. പക്ഷേ എൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമായി പോയി. കാരണം ഞാൻ ജലദോഷം വന്ന പ്രകാരം ഒരു സിട്രസിൻ കഴിച്ചു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സെഡേഷനിൽ ഞാനങ്ങ് മയങ്ങിപ്പോയി. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ താജ്മഹൽ കവർ ചെയ്ത ഫോട്ടോസ്. ഒന്ന് കണ്ടു നോക്കി എല്ലാവരും.
love story with Jack. അപ്പം നമ്മുടെ യാത്രയും വിവരണങ്ങളും ചിത്രീകരണങ്ങളും ഒന്നും ഇവിടെ തീരുന്നില്ല. പുതിയ അഡാർ ഐറ്റമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ സൈനിങ് ഓഫ്.